ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോസൊക്കെ ഇടാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഇനിയും വീഡിയോസൊക്കെ ഇടാനൊരു മോട്ടിവേഷൻ ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കുറേ നേരമായി പറയണു. എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലത്തെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഷോപ്പൊക്കെ നേരത്തെ തന്നെ തുറന്നു കേട്ടോ. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ നമ്മുടെ ഷോപ്പ് ആദ്യം തുറന്നു വെച്ചു. അതിന് ശേഷം അടുക്കള പണികൾ നോക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, മോൾക്ക് സ്കൂളൊന്നുമില്ല. മോളാണെങ്കിൽ ഒരാഴ്ചയായും അമ്മായിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ് കേട്ടോ. മോളുടെ അമ്മായിയുടെ വീട്ടിലാണ് ഒരാഴ്ചയായിട്ട്. അവിടെ കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വീട്ടിലിപ്പോൾ ഞാനും കണ്ണം ചേച്ചിയാണ് കേട്ടുള്ളത്. അപ്പോൾ എന്തായാലും രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളും എന്താ പറയുക, ഇന്ന് പിന്നെ ചപ്പാത്തിയാണ് കേട്ടോ. തിരക്ക് പറഞ്ഞാൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. ഷോപ്പൊക്കെ തുറന്നു വെച്ച് ഇനി മെല്ലെ വന്ന് അടുക്കള പണിയൊക്കെ ചെയ്താൽ മതിയല്ലോ, അങ്ങനെ കേട്ടോ. അപ്പോൾ രാവിലത്തെ 2 ദിവസമായിട്ട് ഞാൻ മാവ് അരച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിക്ക് കറി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണ് കേട്ടോ. മുട്ടക്കറി എന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മുട്ട കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മുട്ടയേ ഉള്ളൂ. അതും വേവിക്കണമില്ല കേട്ടോ. വേവിക്കാണ്ട് നമ്മൾ പച്ച മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കില്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മുട്ടക്കറി. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ അതിന് ആവശ്യത്തിന് ഒരു മൂന്ന് സവാള എടുത്തു കേട്ടോ. ഇത്തിരി മീഡിയം വലിപ്പത്തിലുള്ള സവാളയായിരുന്നു. അപ്പോൾ 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെങ്ങനെ പൊടിയായി അരിഞ്ഞിട്ട് എന്താ പറയുക, എണ്ണയിൽ വന്നിട്ട് പെരിഞ്ചീരകവും പട്ടഗ്രാമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച ശേഷം സവാള ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെ അതുപോലെ തക്കാളി, പിന്നെ പച്ചമുളക് ഇട്ടു. അതെല്ലാം കൂടി ഇട്ട് വഴറ്റി, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ടോ, ഒരു 3-4 അല്ലി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇട്ട് നന്നായി വഴറ്റിയ ശേഷം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ചും കൂടി നന്നായി വഴറ്റി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമാണ്, അതുകൊണ്ട് ഒരു 4 എണ്ണം ഉണ്ടാക്കി കേട്ടോ. 4 എണ്ണമല്ല, 3 എണ്ണം ഉണ്ടാക്കിയുള്ളൂ. 3 ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ കണ്ണം ചേച്ചിക്ക് വേണ്ട പറഞ്ഞു കേട്ടോ, ദോശ മതി പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രം ഒരു 3 ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് വഴറ്റി വരുമ്പോഴേക്കും അതിൻ്റെ ഇടയിൽ ഞാൻ ചപ്പാത്തി റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. പിന്നെ അങ്ങനെ ചായ വെക്കാനുള്ള പാലൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ചായ വെക്കുന്നുണ്ട് എനിക്കും കണ്ണം ചേച്ചിക്കും കേട്ടോ. പിന്നെ അതാ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കണമല്ലോ. നമ്മൾ വെറുതെ വഴറ്റി വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ നടുവിൽ ഇതുപോലെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാക്കിയ ശേഷം ഒരു മുട്ട നമ്മളതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി ചിക്കി എടുക്കണം കേട്ടോ. ഇതിനെ നന്നായിട്ട് ചിക്കി എടുത്ത് സാധാ നമ്മൾ മുട്ട വറുക്കില്ലേ, കൊത്തിപ്പൊരി എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മുട്ട വറുക്കില്ലേ, അതുപോലെ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കുനുകുനാന്നിങ്ങനെ പൊടിയാക്കുക. അതിന് ശേഷം നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നമ്മളിങ്ങനെ വഴറ്റി വെച്ചിരിക്കില്ലേ, സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതെല്ലാം കൂടിയിട്ട് ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മണമൊക്കെ ഇല്ല, ഒരു പച്ചമണമൊക്കെ പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ് കേട്ടോ. അപ്പോഴേക്കും ഞാൻ അതിൽ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്, ഗ്രേവി ആവാനായിട്ട്. അപ്പോൾ നല്ലൊരു ഗ്രേവി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. എനിക്ക് ഒരുപാട് എന്താ പറയുക വെള്ളം പോലെ വേണ്ട. അപ്പോൾ കുറച്ച് എന്താ പറയുക ഒരു കട്ടിക്കുള്ളൊരു മുട്ടക്കറി അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് മുട്ടക്കറിയൊക്കെ സെറ്റാക്കി എടുത്തു. പിന്നെ ഞാൻ കഴിച്ചു കേട്ടോ. കഴിച്ച് പകുതി എത്തിയപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കായിരുന്നു എന്ന് ഓർത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ പകുതി കഴിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ടക്കറിയാണ്. അങ്ങനെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, പിന്നെ ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഉച്ചയ്ക്ക് ചോറ് വെക്കണം, കറി എന്തെങ്കിലും വെക്കണം, ആ പണിയൊക്കെ ഉണ്ട് കേട്ടോ.
പിന്നെ അതിന് ശേഷം ഞാൻ ഇതാ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഊഞ്ഞാലിൽ ഭയങ്കര രസമാണ് കേട്ടോ. ആടി നമ്മൾ കുറേ നേരം ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. നല്ല രസമാണ് ഇതിൽ. അപ്പോൾ ഡെയിലി ഞാനിതൊരു പതിവാക്കിയിട്ടുണ്ട് കേട്ടോ ഊഞ്ഞാലാടുന്നത്. രാവിലെ എണീച്ച് വന്നതും ഫസ്റ്റ് തന്നെ ഒരു 2-3 പ്രാവശ്യം ഊഞ്ഞാലാടിയിട്ടേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഞാനിതാ കുറച്ച് നേരം ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ ഷീറ്റ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നേരം നമ്മൾ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മൾക്ക് വിയർത്ത് കുളിക്കും കേട്ടോ. അങ്ങനെ ഊഞ്ഞാലിൽ ആട്ടമൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ അലക്കാനിട്ടുണ്ടായിരുന്നു. അത് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണമല്ലോ, ആ പണിയുണ്ട്. പിന്നെ പുറത്ത് ഞാൻ പുതിയതും അതുപോലെ തന്നെ കളർ ഇളകണതും അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെയാണ് പുറത്ത് അലക്കാറ്. അപ്പോൾ വീട്ടിലിടുന്നതും തോർത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ അധികം വാഷിംഗ് മെഷീനിൽ ഇടുക. ബെഡ്ഷീറ്റ് പിന്നെ അതുപോലെ തന്നെ പുതപ്പ് അതൊക്കെ മെഷീനിലിടും കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് മാത്രമേ കയ്യിൽ അലക്കുള്ളൂ. അങ്ങനെ ഒരു ബക്കറ്റ് തുണികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടണം. അപ്പോൾ രാവിലെ ഇട്ടാൽ വൈകുന്നേരം ഒന്നും വേണ്ട, ഉച്ചയാകുമ്പോഴേക്കും എല്ലാം ഉണങ്ങി കിട്ടും കേട്ടോ. അങ്ങനെ വെയിലാണല്ലോ. വെയിലെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല, അത്ര വെയിലാണ് കേട്ടോ. സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മഴയാണെങ്കിൽ പെയ്യുന്നുമില്ല കേട്ടോ. വിഷുവിൻ്റെ ഒരു 2 ദിവസം മുന്നേ ഒരു നല്ല മഴ പെയ്തു കേട്ടോ. അതിന് ശേഷം മഴയേ വന്നിട്ടില്ല കേട്ടോ. എത്ര ദിവസമായിട്ട് മഴയേ ഇല്ല. ഇപ്പോൾ നാട്ടിൽ 2 ദിവസം മുന്നേ മഴ പെയ്തു പറഞ്ഞിട്ട് അമ്മ പറയണ്ടായിരുന്നു കേട്ടോ. ഷൊർണ്ണൂർ നല്ല മഴ പെയ്തു, 2 ദിവസം മുന്നേ ഒരു നല്ല മഴ കിട്ടി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ പെയ്തിട്ടില്ല. അന്ന് വന്ന മഴ തന്നെയാണ് കേട്ടോ. എപ്പോൾ മഴ വരുന്ന ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ എന്താ പറയുക, തുണികളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്കിനിപ്പോൾ ചോറും കറിയൊക്കെ വെക്കണമല്ലോ, ആ പണിയുണ്ട്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയായി കഴിഞ്ഞു. അതിന് ശേഷം കൈയോടെ സിങ്കും കൂടി ഒന്ന് തേച്ച് കഴുകി വെക്കാൻ വിചാരിച്ചു കേട്ടോ. സോപ്പ് പൊടിയിലാട്ടോ ഞാൻ കഴുകുക. ചിലപ്പോൾ ഞാൻ ഷാമ്പൂവിൽ കഴുകുക. അപ്പം ഇന്ന് നോക്കിയപ്പോൾ ഷാമ്പൂ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കുറച്ച് എന്താ ചെയ്തു എന്നറിയോ, കുറച്ച് സോപ്പ് പൊടി കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ഉരച്ചു. ഇതിന് വേണ്ടി ഒരു സ്ക്രബ്ബർ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. സിങ്ക് തേച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീൽ സ്ക്രബ്ബർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് കേട്ടോ അത് തേച്ച് കഴുകണേ. പിന്നെ അതങ്ങനെ മാറ്റി വെക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം എന്താ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചു. പിന്നെ അതിന് ശേഷം ജനലിൽ നോക്കിയപ്പോൾ അതിലൊക്കെ പൊടി പിടിച്ച് കിടക്കണം കേട്ടോ. മാറാലിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ടത് നമ്മൾ ചെയ്തില്ലേ വെച്ചാൽ പിന്നെ എനിക്കത് മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടതും വേഗം അതൊന്ന് മാറാലിയൊക്കെ ഒന്ന് തട്ടി വിട്ടു കേട്ടോ. പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ പിന്നെ ഞാനത് അങ്ങനെ മറന്നു പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഓർമ്മ വന്നാൽ അത് അപ്പം തന്നെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ മറന്നു പോവും. അതുപോലെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടേ പെട്ടെന്ന് ഷോപ്പിൽ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും. അപ്പോൾ നമുക്കിവിടെ വെച്ചതിൻ്റെ ഓർമ്മ പോവുമല്ലോ, മറക്കുമല്ലോ. അപ്പോൾ അവിടെ നോക്കി കസ്റ്റമർ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് നോക്കുമ്പോൾ എന്താ പറയുക, കരിയായിട്ടുണ്ടാവും പാത്രങ്ങളൊക്കെ. അങ്ങനെ 2 പാത്രങ്ങളൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. സ്റ്റീൽ പാത്രം അത് കഴുകി പോവാണ്ടായിട്ടേ അങ്ങനെ കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ നമുക്കിതാ ഉച്ചയ്ക്ക് ഉപ്പേരി എന്തെങ്കിലും വെക്കണ്ടേ, അതിന് പയറുപ്പേരിയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചപ്പയർ അന്ന് വാങ്ങിച്ചത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. എന്തായാലും ഇനി എടുത്ത് വെച്ച് അത് കേടുവന്ന് പോവും. അപ്പോൾ അത് നമുക്കൊന്നൊന്ന് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഇട്ടിട്ട് നമ്മൾ വെക്കാം കേട്ടോ. ചിലപ്പോൾ പച്ചമുളകൊക്കെ ഇട്ട് ചിലർ വെക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് എന്തായാലും മുളക് പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, അങ്ങനെ കമ്മിയാക്കി വെച്ചിട്ട് അങ്ങനെ വേവുമല്ലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് അന്നൊരു കസ്റ്റമർ കുറേ മാങ്ങയൊക്കെ കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് എടുത്ത് വെച്ചിട്ട് ഏട്ടന് ഒരു 5 എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ തന്നെ മാക്സിമം കഴിച്ചത്. പിന്നെ ഏട്ടന് ഒരെണ്ണം കഴിച്ചു. പിന്നെ അതിൻ്റെ ബാലൻസ് ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എത്ര കഴിച്ചാലും മതിയാവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാനിതാ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊതിപ്പിക്കുകയാണെന്ന് വിചാരിക്കേണ്ട, അത്ര ടേസ്റ്റാണ് കേട്ടോ മാങ്ങ. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ദശ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ ഈ പപ്പായ കഴിക്കില്ലേ, പപ്പായ കുറച്ച് മധുരം കുറവാണ്. പക്ഷേ അതിന് നല്ല മധുരം ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെയായിരുന്നു കേട്ടോ. അങ്ങനെ സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാനത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാങ്ങ. അങ്ങനെ ആ മാങ്ങ മൊത്തം കഴിഞ്ഞു കേട്ടോ.
35 40 അതിൻ്റെ ഉള്ളിൽ മാങ്ങയുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. അത് ലാസ്റ്റത്തെ മാങ്ങയായിരുന്നു. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ കഴിച്ച് സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണ് ഞാൻ കേട്ടോ. പിന്നെ അതിന് ശേഷം അടിച്ചു വരാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വരണം. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് വൈകുന്നേരമാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു, ഉറങ്ങി കേട്ടോ. ഭയങ്കര വെയിലല്ലേ ഉച്ചയ്ക്ക്, ഉമ്മർത്തൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാനും കാണാം ചേച്ചിയും കുറേ നേരം ഉറങ്ങി. അപ്പോൾ ഇടയിൽ കസ്റ്റമറൊന്നും ഉണ്ടായിരുന്നില്ല, വെയിലത്തായതുകൊണ്ട് ഭയങ്കര വെയിലത്ത്. പിന്നെ കസ്റ്റമർ ആരും വരാനും ഒന്നും ഉണ്ടായിരുന്നില്ല. അധികം രാവിലെയും വൈകുന്നേരമാണ് കേട്ടോ. ഇടയിൽ അത്യാവശ്യം ആരെങ്കിലും തന്നെ വരുള്ളൂ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അതാ ഞാൻ ചായയൊക്കെ വെച്ചു. ഞാൻ ചായ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ മുറ്റടിക്കാൻ വന്നത്. പിന്നെ കണ്ണം ചേച്ചി ചായ കുടിക്കാൻ പോയി. അപ്പോൾ ഞാനിത് അവിടെ എല്ലാം അവിടെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പം അന്ന് വൈകുന്നേരം അടിച്ചാൽ പിന്നെ രാവിലെ ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ എപ്പോൾ സമയം കിട്ടണം അപ്പോൾ അടിക്കും. ചില ദിവസം 2 നേരം അടിക്കും കേട്ടോ, ചില ദിവസം 1 നേരം അടിക്കുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ ഗുൽമോഹർ മരം ഉണ്ടല്ലോ, അതൊക്കെ കുറേ വെട്ടിയത് കൊണ്ട് തന്നെ ഇപ്പം അധികം കുപ്പകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ എല്ലാം അവിടെ അടിച്ചു കഴിഞ്ഞു. പിന്നെ അവിടെയൊക്കെ ഒന്ന് നനച്ച് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഭയങ്കര ചൂടും വെയിലും ഒക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സിമെൻറ്റ് ഇട്ട് അവിടെയൊക്കെ ഒന്ന് നനച്ച് വിട്ടു. പിന്നെ ചെടികളൊക്കെ കുറേ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, അമ്മയുടെ പണിയാണ് കേട്ടോ. ഇപ്രാവശ്യം വന്നപ്പോഴും കുറേ വാടിപ്പോയി. അതിന് പകരം പുതിയ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പുതിയത് പറഞ്ഞാൽ മണി പ്ലാന്റാണ് കേട്ടോ കൂടുതൽ, പിന്നെ സ്പൈഡർ അതൊക്കെയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം നനച്ച് വിടണം. അമ്മ 2 ദിവസം മുന്നേ നാട്ടിൽ പോയിട്ട് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെടികളൊക്കെ 1 നേരമെങ്കിലും ഒന്ന് നനയ്ക്കുക പറഞ്ഞിട്ട് പോയി. അപ്പോൾ ശരി, അമ്മ പറഞ്ഞതല്ലേ 1 നേരമെങ്കിലും നനച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ ചെടികളൊക്കെ നനച്ചു. പിന്നെ അത് അവിടെ മുറ്റത്തും എല്ലാം അവിടെ ഒന്ന് വെള്ളം ഒഴിച്ച് വിടുകയാണ് കേട്ടോ. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ അങ്ങനെ നനച്ച് വിടാറുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് കട അടയ്ക്കാൻ പോകുന്ന സമയത്താണ് വീഡിയോ എടുത്തത്. അപ്പോൾ സമയം 7:30 7:45 കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഷോപ്പ് അടയ്ക്കുന്നത്. ചില ദിവസം 8 മണി 8:30 ആവും. ഇപ്പോഴൊക്കെ ഞാൻ നേരത്തെ അടയ്ക്കും കേട്ടോ. 7:30 7:45 ആകുമ്പോഴേക്കും ഷോപ്പ് അടയ്ക്കും. അപ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ ഷോപ്പ് അടയ്ക്കുക പറഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ. ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പുറത്ത് ഓല മേഞ്ഞിട്ട് ഷെഡൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ വരിഞ്ഞൊക്കെ ഭയങ്കര പ്രയാസമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചതുകൊണ്ട് തന്നെ കുറച്ച് സമാധാനം കേട്ടോ. അപ്പോൾ 1 വർഷമായിട്ടുള്ളൂ നമ്മൾ ഷോപ്പൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ വാതിലൊക്കെ വെച്ചിട്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം ടാർപ്പായം കൊണ്ട് കെട്ടി എല്ലാം കെട്ടണം കേട്ടോ. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കെട്ടാനുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ആയൊരാശ്വാസമുണ്ട് ഇപ്പോൾ. അങ്ങനെ ഷോപ്പൊക്കെ അടച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ ഗ്രില്ലും അപ്പുറത്തും എല്ലാം അടച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ഗ്യാസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചെയറുകളെല്ലാം ഉള്ളിലൊക്കെ എടുത്ത് വെച്ച് ഗേറ്റും കൈയോടെ പൂട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാത്രി നമ്മൾ അടച്ചാലും ഇല്ലേ, ചില കസ്റ്റമറൊക്കെ വന്ന് എന്തെങ്കിലും സാധനമൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ എടുത്തു കൊടുക്കാൻ ബുദ്ധിമുട്ടല്ലേ, വേറെ ഷോപ്പ് പോലെ അല്ലല്ലോ, ഇതൊക്കെ അടച്ച് വെച്ചിരിക്കല്ലേ ഇങ്ങനെ ടാപ്പായം കൊണ്ടൊക്കെ കെട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഗേറ്റൊക്കെ അടയ്ക്കും കേട്ടോ. അങ്ങനെ ഗേറ്റൊക്കെ അടച്ചു. പിന്നെ ഞാൻ വന്ന് മെയിലൊക്കെ കഴുകി ഫ്രഷായി. പിന്നെ മോളില്ലല്ലോ, മോളില്ലാത്തതുകൊണ്ട് സമയം പോകണില്ല കേട്ടോ. അവളാണെങ്കിലും വിളിച്ചാൽ വരുന്നുമില്ല. അപ്പോൾ കസിൻസ് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഒരു ദിവസം കൂടി പറഞ്ഞ് ഒരാഴ്ചയുടെ മേലെയായിട്ടോ അവിടെ പോയിട്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ സമയവും പോകണില്ല കേട്ടോ. മോളില്ലെങ്കിൽ ഇവിടെ എന്തോ പോലെയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനും പിന്നെ അധികമൊന്നും പറഞ്ഞില്ല കേട്ടോ. അവൾ കുറേ ആയി ഇങ്ങനെയൊന്നും പോയി ഇരിക്കുകയില്ല കേട്ടോ എവിടെയും. ഇത് എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് പോയതാണ്. ശരി പറഞ്ഞ് ഞാനും വിട്ടു. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നാൽ ട്യൂഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് എവിടെയും പോകാൻ പറ്റില്ലല്ലോ. എന്നാൽ ശരി, എന്തായാലും പോയി ഇരുന്നിട്ട് വന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും മോള് നാളെ മറ്റന്നായിട്ട് വരും വിചാരിക്കണു. പിന്നെ കുറേ നേരം ഞാൻ ടി വി ഒക്കെ കണ്ടു കേട്ടോ. കുറേ നേരം ടി വി ഒക്കെ കണ്ടു. പിന്നെ അതിന് ശേഷം ബെഡൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെഡൊക്കെ അല്ലെങ്കിൽ മോളാണ് കേട്ടോ അതൊക്കെ ചെയ്യുക. ബെഡൊക്കെ ക്ലീൻ ആക്കി ഇടും. ബെഡ്ഷീറ്റും പുതപ്പൊക്കെ കൈയോടെ മടക്കി വെക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മടക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കിടക്കാൻ പോകുമ്പോഴാണ് ഒന്ന് വൃത്തിയായി മടക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ഫുഡ് വന്നിട്ട് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കറിയൊന്നും ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഉച്ചയ്ക്ക് പയറല്ലേ വെച്ചത്, പിന്നെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ബിരിയാണി കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അടുത്ത് ബിരിയാണി ഒന്ന് വിളിച്ച് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നു. ചിക്കനൊന്നുമില്ല കേട്ടോ, റൈസ് മാത്രം. പിന്നെ അതിൻ്റെ കൂടെ സലാഡും ഉണ്ട്, പിന്നെ കായ്ച്ചാറ് കറി കേട്ടോ, അതും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.